ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാട്ടോ. ഈ പൗഡർ ഉണ്ടെങ്കിൽ കിച്ചൺ വർക്കൊക്കെ പകുതി കുറയും. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ 3 മാസത്തേക്ക് പിന്നെ ടെൻഷനേ വേണ്ട. അതും തന്നെയല്ല, നല്ല ബിസി ലൈഫുള്ളവർക്കാണെന്നെങ്കിൽ നല്ലൊരു ലൈഫ് സേവറും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാക്കി നോക്കാം. സംഭവം എന്താണെന്നറിയോ, ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗാർലിക്ക് നന്നായിട്ട് തൊലിയൊന്നും കളയണ്ട കേട്ടോ, കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം വാരാനായിട്ട് വെക്കുക. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ, ജസ്റ്റ് നമുക്കിതൊന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ട് അങ്ങോട്ട് അറിയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഞാൻ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഈ ക്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തൊലി മാറ്റണം എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ടിപ്പും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ 3 ഭാഗവും ഞാൻ ഇതേപോലെ 3 പാത്രത്തിലായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ജിഞ്ചറും ഇഞ്ചിയും ഇതേപോലെ നന്നായിട്ട് കഴുകി തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇതേപോലെ ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അത് വെളുത്തുള്ളിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നന്നായിട്ട് ഇതേപോലെയുള്ള സ്റ്റീൽ പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ പരത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് വെയിലത്ത് വെച്ചിട്ട് തന്നെയാണ് ഉണക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ഉണക്കെന്ന് പറയണത് കറക്റ്റായിട്ട് ഇങ്ങനെ കിളിങ്ങണ സൗണ്ടില്ലേ, അതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഉണക്കെന്ന് പറയണത്. ഇനി നമുക്ക് വേറൊരു ടിപ്പ് കൂടി ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞല്ലോ. ആ ഗാർലിക്കിൻ്റെ തൊലി പോകണമെന്ന് പറഞ്ഞില്ലേ, അതിനായിട്ടുള്ള ഒരു എളുപ്പപ്പണിയാണ്. നമ്മൾ കുറച്ച് കോൺഫ്ലോർ ആ ഒരു പേസ്റ്റിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയൊക്കെ പെട്ടെന്ന് ഊരിപ്പോരും കേട്ടോ. അപ്പോൾ അത് എളുപ്പപ്പണിയാണ്. ഇനി തൊലി കളയണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ, ഉണക്കിയെടുക്കാം. ഇനി നമുക്കിത് പൊടിക്കുന്ന സമയത്ത് 1.5 ടീസ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നത് അധികം കാലം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോൺഫ്ലോർ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈനായിട്ടുള്ള ഒരു പൊടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കണ്ടോ, നമ്മുടെ പൊടി ഇവിടെ നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ അരിക്കുന്നൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് നല്ല പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അരിക്കുന്നൊന്നുമില്ല. നമ്മൾ എയർ ടൈറ്റായിട്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മാത്രം മതി. ഒരുപാട് വർഷമല്ല, 1 വർഷത്തോളം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന രീതി പോലെ ഇരിക്കും. നനഞ്ഞ കയ്യിലൊന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും ഇതേപോലെ കോൺഫ്ലോർ ഇട്ടിട്ട് അടിച്ചെടുക്കണം. ഇഞ്ചി പക്ഷേ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര അരച്ചെടുത്താലും പൊടിയാക്കിയാലും ഇതിനൊന്ന് ജസ്റ്റ് ഒരു ഞാര് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ഇല്ലേ, ഇഞ്ചിയുടെ ആ ഒരു ഇതുപോലെ വരും കേട്ടോ. ലാസ്റ്റ് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ കണ്ടോ ഇതേപോലെ ആകും. അപ്പോൾ നമ്മുടെ 2 പൗഡറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗാർലിക് വെള്ളമോ അതുപോലെ തന്നെ ജിഞ്ചർ വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഇറച്ചിക്കറിയോ എന്ത് മസാലയോ എന്തുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നാക്കാനോ ഒന്നിനും നേരമില്ല, ടൈമില്ലാത്ത ടൈമാണല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കിച്ചൺ ടിപ്സിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി കമൻറ്റുകളും പോരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.